പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. നോർമലി ഞങ്ങൾ ബർത്ത്ഡേക്കൊക്കെ ഡ്രസ്സ് എടുക്കുന്നത് ഓൺലൈനൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ തന്നെ ഡൽഹിയിലാണെങ്കിൽ അവിടെ പോയി എടുക്കാറുണ്ട്. ഇത്തവണ നാട്ടിലേക്ക് വന്നപ്പോൾ ആൾ നേരത്തെ പറഞ്ഞായിരുന്നു എനിക്ക് മെർമെയ്ഡ് തീം വേണം, മെർമെയ്ഡ് തീമിൻ്റെ ഡ്രസ്സാണ് വേണ്ടതെന്ന്. അപ്പോൾ ആ തീമിലുള്ള കേക്ക് വേണം, ഡ്രസ്സ് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഓൺലൈൻ എല്ലാം അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഓൺലൈനിൽ ഞാൻ സാധാരണയായിട്ട് നോക്കുന്ന പോലെ തന്നെ സൈസ് അനുസരിച്ച് കളർ തീമിലൊക്കെ വെച്ച് ഡ്രസ്സ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീ ആയിട്ട് തന്നെ. പക്ഷേ എനിക്ക് ഓൺലൈനിൽ ഫസ്റ്റ് ടൈം ഒരു വലിയ പണി കിട്ടി. വന്ന ഐറ്റം വളരെ ഡിലേ ആയിട്ടാണ് ഡെലിവർ ചെയ്തത്. അതും പോരാഞ്ഞിട്ട് ഐറ്റം ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഐറ്റം, കളറും വേറെയാണ്. നമ്മൾ ഉദ്ദേശിച്ച ഐറ്റം ഒന്നുമല്ല എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു ഇത് കാരണം കൊണ്ട് തന്നെ ഞാൻ എല്ലാം റിട്ടേൺ ചെയ്ത് നേരിട്ട് പോയി തന്നെ ഡ്രസ്സ് എടുക്കാൻ തീരുമാനിച്ചു മോൾക്ക് വേണ്ടി. ഇന്നൂരാണെങ്കിൽ ബർത്ത്ഡേ ഷോപ്പിംഗ് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഓൺലൈൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. എന്തായാലും ഞങ്ങൾ പോയത് പാൻറ്റലൂൺസിലേക്കായിരുന്നു. പാൻറ്റലൂൺസിൽ ഒത്തിരി കംഫർട്ടബിൾ വെയറൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പാൻറ്റലൂൺസിൽ നിന്ന് ക്ലോത്ത്സ് എടുക്കുന്നത്. ഞാൻ കൂടുതൽ എടുക്കാറുണ്ട് കുട്ടികൾക്ക് 2 പേർക്കും. അപ്പോൾ അവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പല വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മനസ്സിലൊരു ബർത്ത്ഡേ ആയിരുന്നുകൊണ്ട് തന്നെ ഒരു കളർ തീം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പാർട്ടി വെയർ വേണമെന്നുണ്ടായിരുന്നു. പ്ലസ് അത് കുറച്ച് കംഫർട്ടബിൾ വെയർ ആയിരിക്കണം. അങ്ങനെ നോക്കി പോയപ്പോൾ നമുക്ക് ഒത്തിരി നമ്മൾ നോക്കി. അപ്പോൾ എനിക്ക് അവിടെ വേറെ പല ഡ്രസ്സുകളും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനത് എടുക്കാൻ വേണ്ടിയൊക്കെ എന്നെ സെലക്ട് ചെയ്തു. ഒത്തിരി ടോപ്സ് ഉണ്ടായിരുന്നു, കോട്ടൺ നല്ല ഫ്രോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മെയിൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത്, ഇന്നത്തെ ഷോപ്പിംഗ് മെയിനായിട്ട് ചെയ്തത് ഈ ബർത്ത്ഡേ ഫ്രോക്ക് എടുക്കാനായതുകൊണ്ട് തന്നെ അതിലേക്കായിരുന്നു ഫോക്കസ് ചെയ്യണം തോന്നി. ബാക്കിയെല്ലാം അത്യാവശ്യം നോക്കിയെടുത്തു. നമ്മളധികം സമയം അങ്ങനെ വെയിറ്റ് ചെയ്തില്ല, കാരണം അവിടെ നമുക്ക് സൈസ് അവൈലബിൾ അല്ലായിരുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്ന പാറ്റേണിലുള്ള ഡ്രസ്സിൻ്റെ സൈസ് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓർത്തു എന്തായാലും ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട, കാരണം നമുക്ക് വേറെ നോക്കണം, വേറെ ഷോപ്സിലും കയറണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ആവശ്യമുള്ള എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങി. അപ്പം നമ്മൾ നെക്സ്റ്റ് അവിടെ പോയി നോക്കി ഇരുന്നപ്പോൾ it had all the colors, pink, purple, all of it, but the only was the size of infant. So we are going to the second shop. Wish there is a dress there. അതെ, നമുക്കിപ്പം അവിടുന്ന് കിട്ടിയില്ല ഡ്രസ്സ്. അപ്പം നമ്മൾ ഷീമാട്ടി പോകാമെന്ന് ഓർത്തു. ഷീമാട്ടിൽ ഒത്തിരി പാർട്ടി വെയർ ഉണ്ടെന്ന് എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു എങ്കിൽ ഷീമാട്ടിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് ഷോപ്സിൽ കയറാനുള്ള ടൈം നമ്മളിൽ അന്നില്ലായിരുന്നു. നമുക്ക് ഒരുപാട് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പോയത് ഷീമാട്ടിലേക്കാണ്. ഷീമാട്ടിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പാർട്ടി വെയർ ഉണ്ടായിരുന്നു, അല്ലാതെ കോട്ടൺ കംഫർട്ടബിൾ വെയർ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും ഇതായിരുന്നു, ആൾക്ക് ഇടാൻ കംഫർട്ടബിൾ ആയിരിക്കണം. കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കിഡ്സ് ഏരിയ ഉണ്ടായിരുന്നു. കിഡ്സിന് കളിക്കാൻ വേണ്ടിയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിലായിരുന്നു ഫുൾ ടൈം ആൾ. അവിടെ ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടി, അവരുടെ കൂടെ ഫുൾ ടൈം കളിയായിരുന്നു. ഡ്രസ്സ് എടുക്കാൻ ട്രയൽ ചെയ്യാൻ പോലും ആൾക്ക് മടിയായിരുന്നു. എങ്കിലും ഞാൻ കുറേ ഓപ്ഷൻസൊക്കെ എടുത്തു ഡ്രസ്സിൻ്റെ, എന്നിട്ട് ട്രയൽ ചെയ്യാൻ വിളിച്ചു. ഫുൾ ടൈം അതിലായിരുന്നു. അവളുടെ സ്ലൈഡ് ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, ഒരുപാട് ഹാപ്പിയായി. എന്തിനാണോ നമ്മൾ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നതെന്ന് തന്നെ ആൾ മറന്നു പോയിട്ട് ഇന്ന് ഫുൾ ടൈം കളിയായിരുന്നു. അവിടെ തിരിച്ച് പോരാൻ തന്നെ ഭയങ്കര മടിയായിരുന്നു. സെലക്ട് ചെയ്തെല്ലാം ഡ്രസ്സും കൂടെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി.
ട്രൈ ചെയ്തപ്പം മിക്ക ഐറ്റംസും ആൾക്ക് ഓക്കെ അല്ലായിരുന്നു. ആൾക്കത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞു. എനിക്ക് കുറേയൊക്കെ ഓക്കെ ആയിരുന്നു. ചിലതൊക്കെ ഞാനും സൈഡാക്കി. കാരണം കുറച്ചും കൂടെ ഹെവി ടൈപ്പ് അല്ലെങ്കിൽ കുറച്ചും കൂടെ വർക്ക് കൂടുതലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സിമ്പിളായിട്ടുള്ള വേണമെന്ന് ഉദ്ദേശിച്ച് ഞാൻ അതൊക്കെ മാറ്റി. എങ്കിലും ഫൈനലി ഞങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാണ്. വേറെ ഒരു ഷോപ്പിൽ കയറാനുള്ള ടൈമും ഇല്ലായിരുന്നു നമ്മുടെ കയ്യിൽ. അങ്ങനെ ഞങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇന്നും കളിക്കാൻ പോയി. അവിടെ വേറൊരു സെറ്റ് ഓഫ് പ്ലേ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ പിന്നെ കളിക്കാൻ പോയി. അവിടെ വേറെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി. അങ്ങനെ ഫുൾ ടൈം അവരുടെ കളിയായിരുന്നു ആ ദിവസം. പിന്നെ തിരിച്ചു വരാൻ തന്നെ ആൾക്ക് താല്പര്യമില്ലായിരുന്നു. നമ്മൾ ബില്ലിംഗ് ഒക്കെ ചെയ്തിട്ട് വരാനൊക്കെ വിളിച്ചപ്പോൾ ആൾക്ക് ഭയങ്കര മടിയായിരുന്നു. എങ്കിലും ഫുൾ ടൈം അവിടെ നിൽക്കണം, അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആൾക്കിഷ്ടം. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ആൾ എൻജോയ് ചെയ്തു. പിന്നെ ഞാൻ ഡ്രസ്സ് എടുക്കണം നമ്മുടെ ആവശ്യമായതുകൊണ്ട് ഞാൻ നോക്കി ഒരെണ്ണം സെലക്ട് ചെയ്തു. അങ്ങനെ ഒരെണ്ണം ഫിക്സ് ചെയ്തു, എടുത്തു. ഇന്നും ഫുൾ ടൈം കളിയില്ലായിരുന്നു. അവിടുന്ന് പോരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു. നെക്സ്റ്റ് നമ്മൾ പോകാനുണ്ടായിരുന്നത് ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും നമുക്കൊരു ഡ്രസ്സ് സെലക്ട് ചെയ്തു, നമ്മുടെ കാര്യം നടന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി. നെക്സ്റ്റ് ഹൈപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. ഇന്നുവിന് അവിടെ നിന്ന് പോകാൻ താല്പര്യമില്ലായിരുന്നു. അപ്പം വേറെ എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ട്, എവിടേക്കോ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ സാധിക്കാം, പിന്നെ പോകാം എന്നൊക്കെ പറഞ്ഞൊന്ന് ഒരുവിധം കൺവിൻസൊക്കെ ചെയ്തു. വണ്ടിയെ കയറിയപ്പോഴും വേറെ എന്തൊക്കെയോ ഷോപ്പിലൊക്കെ കയറണം, കുറേ എന്തൊക്കെയോ ഐറ്റംസ് മേടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്തു, വണ്ടിയെ കയറ്റി. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പോയത് ഹൈപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. സുലഭ കഞ്ഞിക്കുഴിയിലൊരു ഹൈപ്പർ മാർക്കറ്റുണ്ട്, അവിടെ ആയിരുന്നു ഞങ്ങൾ പോയത്. സുലഭയിൽ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ ഐറ്റംസിൻ്റെയും പല ബ്രാൻഡുകളുണ്ട്. നമുക്ക് നോക്കി ഇഷ്ടം പോലെ എടുക്കാം. വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. കിഡ്സിൻ്റെ ഐറ്റംസ് ഉണ്ട്, ടോയ്സ് ഉണ്ട്, ഈവൻ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉണ്ട്, ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട്, ബേബി പ്രൊഡക്ട്സ് ഉണ്ട്, ഈറ്റബിൾ ഐറ്റംസ് ഉണ്ട്, റെഡി ടു ഈറ്റ് ഐറ്റംസ് ഉണ്ട്, സ്വീറ്റ്സ് ഉണ്ട്. അങ്ങനെ എല്ലാം തന്നെ സുലഭയിലുണ്ട്. അപ്പം ഒരുപാട് ഐറ്റംസ് വേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. ലിസ്റ്റിൽ നോക്കി എടുക്കുമായിരുന്നു. ഒന്നും മിസ്സായി പോകാൻ പാടില്ല എന്ന് ഉദ്ദേശിച്ച് എടുക്കുമായിരുന്നു. പിന്നെ ഇന്നും ഫുൾ ടൈം മൊബൈലുമായിട്ട് ഓടി നടക്കുമായിരുന്നു. സുലഭയിൽ എനിക്കതറിയില്ല, മുഴുവൻ ഏരിയ അവൾ എന്നെ കവർ ചെയ്യാൻ വേണ്ടി നടക്കുമായിരുന്നു. കൂടുതൽ മെയിൻ ആളുടെ ഫോക്കസ് ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ കിഡ്സിൻ്റെ ടോയ്സ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് അതിലേക്കൊക്കെ ആയിരുന്നു. എങ്കിലും ഞാൻ എല്ലാം ഒന്ന് കവർ ചെയ്യാൻ പറഞ്ഞു. ആളിങ്ങനെ മൊബൈലായിട്ട് ചെയ്ത് നടക്കുമായിരുന്നു. എല്ലാം വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നടന്നു. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഐറ്റംസ് എല്ലാം മേടിച്ച് അവിടുന്ന് പെട്ടെന്ന് തന്നെ എല്ലാം മേടിച്ച് ഇറങ്ങാൻ നോക്കി.
എല്ലാം മേടിച്ചു. അത് കഴിഞ്ഞ് അവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവർ, പ്ലാന്റ്സ്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നോക്കി വേണ്ട ഐറ്റംസും സ്വീറ്റ്സൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു. എല്ലാം ചെയ്ത് ഞങ്ങൾ പിന്നെ ബില്ല് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി.